ഒരു വലിയ യുദ്ധത്തിന് ശേഷം കിട്ടിയ 3 പ്രീമിയം തൽക്കാലമൊക്കെ ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പുറപ്പെടുകയാണ്. മൈസൂർ എക്സ്പ്രസ്സിനായിരുന്നു കേട്ടോ. സീറ്റിംഗ് അവൈലബിലിറ്റി ഭയങ്കര കഷ്ടമായിരുന്നു. എങ്ങനെയൊക്കെയോ ലാസ്റ്റ് മിനിറ്റ് കിട്ടിയതാണ് ഈ ഒരു 3 സീറ്റ്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരുന്നു. എനിക്ക് നീളമുള്ള കാരണം അപ്പുറമാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. പക്ഷേ ഈ നീളമുള്ള കാരണം നമ്മൾ ഒടിഞ്ഞു കുത്തി അട്ടയിരിക്കുന്ന പോലെ വേണം ഇരിക്കാൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തോട്ട് നേരെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ നടുവും തലയും എല്ലാം ആ പരുവത്തിലാവും. തല ഉപ്പൂറ്റം മുട്ടുന്ന പരുവത്തിലായിരിക്കും. നമ്മുടെ സ്ഥിതി അങ്ങനെ തന്നെ ആയിപ്പോവും. പിന്നെ തിരിച്ചെങ്ങനെയായാലും കൊച്ചുവേളി എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് അങ്ങനെ ഇരുന്നു. കൊച്ചുവേളി എത്തി. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു അറിയാം. ഏതാണ്ട് 10 ദിവസം മാറി നിന്നുള്ളൂ. എനിക്ക് ഏതാണ്ട് 10 കൊല്ലം മാറി നിന്നതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത്രയും എനിക്കൊരു വാക്യം ഫീൽ ചെയ്തു. എനിക്കിഷ്ടമല്ല അങ്ങനെ മാറി നിൽക്കുന്ന ഒന്നും. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൂടിപ്പോയാൽ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം. അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പിന്നെ നമ്മുടെ ആവശ്യം വലുതായതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. 10 ദിവസമല്ലേ നിന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ തിരിച്ച് പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സ് വെമ്പൽ കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹിയർ കംസ് മൈ ഹോം.